ഇന്നത്തെ നേരെ മലൈക്കുട്ടി വാലിപ്പൻ ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് എല്ലാ മനഃ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ലാലേട്ടന്റെ തിയേറ്ററുകളിലെ വൻ വിജയം നേടിയെടുത്ത ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത നേര് എന്ന സിനിമയുടെ പതിവ് പോലെയുള്ള ഇന്നത്തെയും കേരള ട്രാക്കിംഗ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ 29ാം ദിവസമാണ് തിയേറ്ററുകളിൽ. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ പ്രതിദിനം 1 ലക്ഷം വെച്ച് ഇടിവ് സംഭവിക്കുന്ന സിനിമയ്ക്ക് ഇന്നും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 7 ലക്ഷത്തിൽ പരമായിരുന്നു കേരള ട്രാക്കിംഗ് കളക്ഷൻ എങ്കിൽ ഇന്നത് 6,53,000 മുൻപെപ്പോഴോ തന്നെ നേരിടേണ്ടതെല്ലാം തന്നെ നേരിടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടുന്നത് എല്ലാം തന്നെ സിനിമയ്ക്ക് ബോണസ് ആണ് എന്ന് പ്രേക്ഷകർക്ക് തന്നെ അറിവുള്ളതാണ്. 47 കോടി രൂപയ്ക്ക് മുകളിലെ കേരള കളക്ഷനും ലോകമെമ്പാടും നിന്ന് 85 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷനാണ് ഇതുവരെ നേരിടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ സിനിമ ഒരു മാസം തിയേറ്ററുകളിൽ പിന്നിടാനായിട്ടൊരുങ്ങുമ്പോൾ കൃത്യം 32ാം ദിവസം OTT റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ നേരിന്റെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അടുത്ത ആഴ്ച ജനുവരി 23-ന് നേര് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യും. മലയാളത്തിന് പുറമെ അന്യഭാഷകളിലടക്കം OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. വമ്പൻ തുകയ്ക്കാണ് സിനിമയുടെ OTT അവകാശങ്ങളും സാറ്റലൈറ്റ് എല്ലാം തന്നെ നേരത്തെ തന്നെ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. ഏഷ്യനെറ്റാണ് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങൾ നേടിയെടുത്തിരിക്കുന്നത്. ഇനി OTT റിലീസിനായിട്ടും സിനിമ OTTയിൽ വീണ്ടും കാണുവാനായിട്ടും നമുക്ക് കാത്തിരിക്കാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ദിവസമായിരുന്നല്ലോ ഇന്ന്. രാവിലെ ലാലേട്ടനും ലിജോയും മൊത്ത സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ പ്രസ് മീറ്റ്, അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് സിനിമയുടെ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും ഒപ്പം തന്നെ സിനിമയുടെ ഒരു കിടിലൻ ട്രെയിലർ റിലീസ് ചെയ്ത ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. അങ്ങനെ ആകെ മൊത്തത്തിലെ വാലിബന്റെ ദിവസമായി മാറിയ ഇന്ന് തന്നെയാണ് സിനിമയുടെ കേരളത്തിലെ ബുക്കിംഗും ആരംഭിക്കപ്പെട്ടത്. കേരളത്തിലെ ബുക്കിംഗ് പ്രീസെയിൽ കളക്ഷൻ നേരത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 50 ലക്ഷത്തിന് മുകളിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അതും റിലീസ് ചെയ്യാനായിട്ട് 7 ദിവസങ്ങൾ ബാക്കിയുണ്ട് എന്ന് പ്രത്യേകം ഓർക്കണം. ഇന്ന് രാത്രിയും നാളെ രാവിലെയും ഒക്കെ ആയിട്ട് കേരളത്തിലെ കൂടുതൽ തിയേറ്ററുകളിൽ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കാനായിട്ടിരിക്കുകയാണ്. എന്തായാലും നാളെ 1 കോടിക്ക് മുകളിലെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ അല്ല, ഒരു പക്ഷേ കേരള പ്രീസെയിൽ കളക്ഷൻ തന്നെ മലൈക്കോട്ടെ വാലിബൻ നേടിയെടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നാം കാണുന്നു. എന്തായാലും ആ വാർത്ത കേൾക്കുവാനായിട്ട് കാത്തിരിക്കൂ. ഇതിനിടയിൽ മലൈക്കോട്ടെ വാലിബന്റെ ട്രെയിലർ ഇന്ന് യൂട്യൂബിലൂടെ പുറത്തു വന്നിരുന്നല്ലോ. സരിഗമ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്ന ട്രെയിലർ 2 മണിക്കൂർ യൂട്യൂബിൽ പിന്നിടാനായിട്ട് ഒരുങ്ങുമ്പോൾ 5 ലക്ഷത്തിലധികം യൂട്യൂബ് കൗണ്ട് പ്രകാരം സിനിമ വ്യൂവേഴ്സ് നേടിയെടുത്തിരിക്കുകയാണ്. അതേസമയം റിയൽ ടൈം വ്യൂവേഴ്സ് ഏകദേശം 1-2 ലക്ഷത്തിലധികം വ്യത്യാസമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ന് രാത്രി തന്നെ 1 മില്യണിലധികം, അതായത് 10 ലക്ഷത്തിലധികം വ്യൂവേഴ്സ് ആ ട്രെയിലർ നേടിയെടുക്കുന്നതാണ്. എന്തായാലും നാളെയെല്ലാം തന്നെ ട്രെയിലർ വ്യൂസ് കൗണ്ട് എത്രയായി, അതോടൊപ്പം തന്നെ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ എത്രയായി എന്നൊക്കെ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. കൂടുതൽ സിനിമ വാർത്തകൾ കേട്ടും കാത്തിരിക്കൂ.